ICC T20 ലോകകപ്പിൽ നിലവിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങളിലും ജയം സ്വന്തമാക്കി സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയാണ് സൂപ്പർ 8ൽ ഇന്ത്യ ആദ്യം നേരിടുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. മിക്കതും കുഞ്ഞൻ ടീമുകളോടായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. എന്നാൽ സൂപ്പർ 8ലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യയെ പോലെ തന്നെ പരാജയം നുണയാതെയാണ് ദക്ഷിണാഫ്രിക്കയും സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ കരുതലോടെയും തന്ത്രങ്ങൾ മാറ്റി പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇവിടെ തിലക് വർമ്മയെ 3-ാം നമ്പറിൽ നിന്ന് മാറ്റി അവിടേക്ക് നായകൻ സൂര്യകുമാർ യാദവിനെ തന്നെ കൊണ്ടുവരണമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വാദം. കാരണം പവർ പ്ലേയിൽ കൂടുതൽ സ്കോർ നേടുക എന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അതിനായി ബാറ്റിംഗ് ഓർഡറിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതും അനിവാര്യമാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓപ്പണിംഗ് ജോഡിയുടെ കരുത്ത് നോക്കിയാൽ അത് അല്പം ശോകമാണ്. ഓപ്പണർ ഇഷാൻ കിഷൻ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റൊരു ഓപ്പണറായ അഭിഷേക് കളിച്ച 3 മത്സരങ്ങളിലും ഡെക്കായി. ഈ അവസരത്തിൽ 3-ാം നമ്പറിൽ ഇറങ്ങുന്ന താരത്തിന്റെ പ്രകടനം ടീമിന്റെ സ്കോർ നിലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുണ്ടാകേണ്ടതുണ്ട്. നിലവിൽ 3-ാം നമ്പറിൽ ഇറങ്ങുന്നത് തിലക് വർമ്മയാണ്. എന്നാൽ താരത്തിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്താൻ താരത്തിന് സാധിക്കുന്നില്ല. ഇത് ടീം ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകുകയാണ്. മാത്രവുമല്ല, ഒരു ഇടത് വലത് ബാറ്റിംഗ് കോംബോ അവിടെ ഉണ്ടാകുന്നില്ല. ഓപ്പണർമാരായ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഇടം കയ്യൻ ബാറ്റ്സ്മാൻമാരാണ്. 3-ാമതായി എത്തുന്ന തിലക് വർമ്മയും ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ്. ഇത് എതിർ ടീമിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട്. ഫിംഗർ സ്പിന്നർമാരെ തുടക്കത്തിലെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഇടം കയ്യൻ ടോപ്പ് ഓർഡറിനെ പൂട്ടാൻ എതിരാളികൾക്ക് സാധിക്കും. സഞ്ജു ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ ഇടത് വലത് ബാറ്റിംഗ് കോംബോ തന്ത്രമാണ് പ്രയോഗിച്ചിരുന്നത്. ഇന്ത്യ ഓപ്പണിംഗിലേക്ക് സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. എന്നാൽ താരത്തിന്റെ മോശം ഫോം ടീം ഇന്ത്യക്ക് കൂടുതൽ തലവേദന ഉണ്ടാക്കും. ഇതാണ് തിലക് വർമ്മയ്ക്ക് പകരം സൂര്യകുമാർ യാദവ് തന്റെ പഴയ റോളായ 3-ാം നമ്പറിലേക്ക് എത്തണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം. മറ്റൊന്ന് തിലക് വർമ്മയുടെ മോശം പ്രകടനമാണ്. താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണ്. തിലകിന്റെ മെല്ലെ പോക്ക് ഇപ്പോൾ തന്നെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. ഏറെ നിർണായകമായ സൂപ്പർ 8ലും തിലക് ഇതേ മെല്ലെ പോക്ക് തുടർന്നാൽ അത് ടീം ഇന്ത്യയുടെ സ്കോറിൽ ഇടിവുണ്ടാക്കാൻ കാരണമാകും. 3-ാം നമ്പറിൽ ഇറങ്ങുന്ന ഒരു താരം ഈ രീതിയിലല്ല കളിക്കേണ്ടത് എന്നും അതുകൊണ്ട് തിലകിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം സൂര്യകുമാർ യാദവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം സൂര്യകുമാർ യാദവിനെ എന്തുകൊണ്ട് 3-ാം നമ്പറിൽ കൊണ്ടുവരണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് ആ പൊസിഷനിൽ കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിക്കാനാകും എന്നതുകൊണ്ടാണ്. സൂര്യകുമാർ ടീമിന്റെ നായകൻ എന്ന നിലയിൽ പിടിച്ചു നിന്ന് കളിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതോടെ താരത്തിന്റെ സ്വാഭാവിക പ്രഹരശേഷിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. എന്നാൽ 3-ാം നമ്പറിലേക്ക് എത്തിയാൽ കൂടുതൽ പന്തുകൾ നേരിടാനും കൂടുതൽ ഇമ്പാക്ട് സൃഷ്ടിക്കാനും ഇന്ത്യൻ നായകന് കഴിയും. എതിരാളികളുടെ സ്പിൻ തന്ത്രത്തെ വ്യത്യസ്തമായ ഷോട്ടുകൾ കൊണ്ട് പൊളിക്കാൻ സൂര്യകുമാർ യാദവ് 3-ാം നമ്പറിൽ കളിച്ചാൽ സാധിച്ചേക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.